പല ക്ഷേത്രങ്ങളുടെയും വസ്തുക്കൾ പോയിട്ടുണ്ട്. ദേവസ്വം വസ്തുക്കൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. ഏക്കർ കണക്കിന് പോയിട്ടുണ്ട്. മലബാറിലെ പന്തലായനിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എന്തായാലും വടക്കേ മലബാറിലെ ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള 750 ഏക്കർ സ്ഥലം മലയാള മനോരമ ഗ്രൂപ്പ് അവരുടെ എസ്റ്റേറ്റ് ആണെന്ന് ഉള്ള രീതിയിൽ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ ഒരു ഭക്തനായ വ്യക്തിയുടെ കേസിന്റെ അടിസ്ഥാനത്തിൽ അതിപ്പോ തൽക്കാലം വിട്ടുകിട്ടി. അങ്ങനെയുള്ള ഭക്തന്മാരൊന്നും അധികം ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ പറഞ്ഞു അവിടെയൊക്കെ ഇതുപോലെ നടന്നിട്ടുണ്ട്. പണ്ട് നടക്കില്ലായിരുന്നു. എന്താ കാര്യം? എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം, ഉറച്ച വിശ്വാസം. അങ്ങനെയാണല്ലോ മാർത്താണ്ഡവർമ്മ തൻ്റെ യുദ്ധത്തിലൂടെ നേടിയ സാമ്രാജ്യം പോലും നിസ്സാരമായിട്ട് കാണേണ്ടതില്ല. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച ഒരു വ്യക്തിയാണ് വീരമാർത്താണ്ഡവർമ്മ. നമ്മളത് അതായിട്ട് കാണണം. രാജകുടുംബം, രാജഭക്തി എന്നുള്ള നിലയിലല്ല അത് കാണേണ്ടത്. വീരനായ ഒരു യോദ്ധാവ് എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. ആ രാജാവ് തൻ്റെ സ്വത്തുവകകൾ മുഴുവൻ തൃപ്പടിദാനമായിട്ട് ശ്രീപത്മനാഭന്റെ മുമ്പിൽ സമർപ്പിച്ചത്. അങ്ങനെയാണ് ശ്രീപത്മനാഭൻ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്ഷേത്രം. ലോകത്തിലെ ഏതൊരു ദേവാലയത്തിനേക്കാളും വെല്ലുന്ന സമ്പത്തുള്ളത് ഹിന്ദു ക്ഷേത്രങ്ങൾക്കിടയ്ക്ക് മാത്രമല്ല. അപ്പോൾ അതിനെ വെല്ലുന്ന സമ്പത്ത് ലോകത്തിലെ തന്നെ ഒരു ക്രൈസ്തവ ദേവാലയത്തിനോ അല്ലെങ്കിൽ ഇസ്ലാമിക ദേവാലയത്തിനോ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത്രമാത്രം സമ്പത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ട് ശ്രീപത്മനാഭൻ അനന്തപുരിയിൽ വിരാജിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിന്റെ മുതൽ കട്ടുപോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അതത് കാലത്ത് ഭരിക്കുന്ന ട്രസ്റ്റിനുണ്ട്. ട്രസ്റ്റ് വ്യക്തമാക്കിയ കാര്യം ഇവിടെ നിന്നൊന്നും മോഷണം പോയിട്ടില്ല. ഈയിടെ അതിന് ആ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം പോയി എന്നൊരു പോലീസുകാരാണ് റിപ്പോർട്ട് കൊടുത്തത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പിന്നീട് പെട്ടെന്നാണ് കണ്ടുകിട്ടുകയും ഒക്കെ ചെയ്യുന്നത്.